സോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് നമ്മൾ സെറ്റ് ബാക്സ് ഒക്കെ വിട്ട് കഴിഞ്ഞു. സോ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പല ലേ ഔട്ട്സ് ട്രൈ ഔട്ട് ചെയ്യാനുണ്ട്. സോ ഓൺ സൈറ്റ് പാർക്കിങ്ങിനെ ഫോക്കസ് ചെയ്തായിരുന്നു ഇനിഷ്യലി നമ്മൾ പോയത്. സോ പ്ലോട്ടിൽ മാക്സിമം കാർസിനെ എങ്ങനെ കൊള്ളിക്കുക എന്നുള്ളതായിരുന്നു. ഇനിഷ്യലി സെറ്റ് ചെയ്ത ലേ ഔട്ടിൽ നിന്ന് പല പല ഒപ്പീനിയൻസ് വന്നു. ലൈക്ക് ഒരു കഫേ ആഡ് ചെയ്താലോ, ഒരു ഡെക്ക് സ്പേസ് കൊടുത്താലോ, മുകളിൽ ഒരു റേസിംഗ് സിമുലേറ്റർ കയറ്റിയാലോ, പൂൾ ടേബിൾ, അങ്ങനെ അങ്ങനെ അങ്ങനെ. പിന്നെ അതിഥികളൊക്കെ വന്നാൽ ഇരിക്കാൻ നല്ലൊരു ഹാള്, ബാത്റൂം അറ്റാച്ച്ഡ് ആവണം, കാറ് കയറ്റിയിടാനുള്ള സ്ഥലവും. നിങ്ങൾ ഈ പറഞ്ഞ സൗകര്യമൊക്കെ ഉള്ള ഒരു വീട് വേണമെങ്കിലേ മാസം ഒരു 2000 രൂപ വാടകയാവും. 2000 രൂപ? അതെ. പിന്നെ എത്ര കൊടുക്കാം? 150 വരെ. 150 രൂപ. 150. 2 ബെഡ്റൂം, പൂന്തോട്ടം, കാറ് കയറ്റിയിടാനുള്ള സ്ഥലം, ബാത്റൂം അറ്റാച്ച്ഡ്, AC, അതെ. 150 രൂപ വാടക. വാ, പറ്റിയ സ്ഥലമുണ്ട്. അങ്ങനെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ കൊണ്ട് നമ്മൾ ഈ പ്ലാൻസ് എല്ലാം ഡ്രോപ്പ് ചെയ്തു. സോ നമ്മുടെ പ്ലാനിൽ 2 വെഡ് ബേ ആണ് വരുന്നത്. അതിൽ ഒന്നിൽ ലിഫ്റ്റ് വരും, പിന്നെ ഒരു ഡീറ്റെയിലിംഗ് ബേ വരുന്നുണ്ട്, പിന്നെ ഒരു വിസിറ്റേഴ്സ് ലോഞ്ച്, ഡിസേബിൾ ടോയ്ലറ്റ്, ഒരു ഓഫീസ് ഏരിയ വരുന്നുണ്ട്. സോ ഇതാണ് നമ്മൾ ഫൈനലി ഉദ്ദേശിക്കുന്ന ഇതിൻ്റെ ഒരു 3D. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റേജിലേക്ക് കടക്കുകയാണ്. സോ അപ്പോൾ ഫോളോ ഫോർ മോർ.